എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡാബർ ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ കുറിച്ചാണ്. ഇപ്പോൾ ഡാബർ ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ അഭികാമ്യമാണോ, അതിൻ്റെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ വശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആ ഫണ്ടമെൻ്റൽ വശം നോക്കണം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണതിന്. അതുകൂടാതെ ടെക്നിക്കൽ സൈഡും കൂടി നോക്കണം. ഒരു ടെക്നിക്കൽ മീൻസ് എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് സംബന്ധിച്ചിട്ടുണ്ടോ, ഹ്യൂജ് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കേണ്ടി വരും. നമുക്ക് 250-ലധികം ഹെർബൽ ആയുർവേദ ഉൽപ്പന്നങ്ങളുള്ള ഇന്ത്യയിലെ മുൻനിര FMCG കമ്പനികളിൽ ഒന്നാണ് ഡാബർ ഇന്ത്യ ലിമിറ്റഡ്. കമ്പനിയുടെ അണ്ടറിൽ ഹെയർ കെയർ, ഓറൽ കെയർ, ഹെൽത്ത് കെയർ, സ്കിൻ കെയർ, ഹോം കെയർ, ഫുഡ്സ് തുടങ്ങിയ പ്രധാന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വിഭാഗങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് 5 മുൻനിര ബ്രാൻഡുകളാണ് ഉള്ളത്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന 20 അത്യാധുനിക നിർമ്മാണ ഫാക്ടറികൾ കമ്പനിക്കുണ്ട്. ഇതിൽ 12 നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൂടാതെ കമ്പനിക്ക് വിശാലമായ വിതരണ ശൃംഖലയുണ്ട്. ഏകദേശം 6 ദശലക്ഷം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായിട്ട് ഡാബറിൻ്റെ കമ്പനിയുടെ ഔട്ട്ലെറ്റ് വ്യാപിച്ചു കിടക്കുന്നു. അതുകൂടാതെ വിദേശത്തും വിപണി സാന്നിധ്യം, വളരെ വലിയ വിപണി സാധ്യത ഡാബറിലുണ്ട്. 120-ലധികം രാജ്യങ്ങളിൽ ഡാബർ ബ്രാൻഡുകൾ ലഭ്യമാണ്. കമ്പനിയുടെ മൊത്ത വരുമാനത്തിൻ്റെ 30% ഏകദേശം വിദേശത്ത് നിന്നാണ് വരുന്നത്. 1994-ലാണ് കമ്പനി പബ്ലിക് ഇഷ്യൂ വഴി ഇന്ത്യൻ മാർക്കറ്റിൽ വ്യാപൃതമായത്. അതായത് NSE-ലും BSE-ലും അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് 1994 മുതൽ. ഇത്രയാണ് കമ്പനിയുടെ ഒരു ചരിത്രം നമുക്ക് പറയാനുള്ളത്. നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ബ്രാൻഡുകൾ അടിച്ചു കണ്ട വ്യത്യസ്തമായ ബ്രാൻഡുകൾ ഇവിടെ നമുക്ക് കാണാനുള്ളത്. കണ്ടാ, ഡാബർ റെഡ് പേസ്റ്റ്, മെസ്വാക്ക്, ബബൂല്, അതുപോലെ ആമല ഹെയർ ഓയിൽ, വാട്ടിക, അങ്ങനെയൊക്കെ നിരവധി പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഡാബറിൻ്റെ ആണോ എന്നുള്ളത്. അങ്ങനെ നിരവധിയായ പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ PE വരുന്നത് ഏകദേശം 58ആണ്. ROC 22.7, ROE 19 ഉണ്ട്. ഇത് രണ്ടും നല്ലതാണ്. ഇത്രയും ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റലി നല്ലതാണ്. നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറുതായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രോഫിറ്റുകൾ. നമുക്ക് നോക്കാനറിയാം. ആദ്യത്തെ കണ്ട 899, 992, അങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വലിയ രീതിയിലല്ലെങ്കിൽ കൂടി ഒരു ചെറിയ രീതിയിൽ പ്രോഫിറ്റുകൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പ്രൊമോട്ടർ ഹോൾഡിങ്സ് നോക്കിയാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 66% ഷെയർസാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. നല്ലതാണ്. ഏകദേശം 50 മുകളിലുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഇതാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 50% കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റേഴ്സിന് നല്ലതാണ്, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ FISസിൻ്റെ കയ്യിലും നല്ല രീതിയിൽ ഹോൾഡിങ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടേഴ്സ് ഗ്രാജുവലി ആയിട്ട് അവർ ഹോൾഡിങ്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. വർഷത്തിൽ 2 തവണയായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. വർഷത്തിൽ 2 തവണയായിട്ട് ഡിവിഡൻഡ് 2023 2 തവണയായിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ₹2.75 ₹2.70 ഇത്. അതിന് മുമ്പത്തെ വർഷത്തും 2 തവണ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം ഷെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ നല്ല ഒരു കമ്പനിയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശം കൂടി ഒന്ന് നോക്കാം. ടെക്നിക്കൽ ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്കിത് ബൈ ചെയ്യാൻ വാല്യുബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഡാബർ ഇന്ത്യയുടെ ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്ക് ഇവിടെ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്കിവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ. ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈന് ഈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുകൂടാതെ ഈ ട്രെൻഡ് ലൈന് ഒരു റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അതിനുശേഷം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത് ഏകദേശം 569 റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു ഗ്രീൻ ക്യാൻഡിലോടുകൂടി, അതുകൂടാതെ റീടെസ്റ്റ് ചെയ്തു, എന്നിട്ട് കയറി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾക്ക് കാണുന്ന ഒരു വ്യൂ പോയിന്റ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറി നിൽക്കുന്നു. അപ്പോൾ ഇനി ഒരു അപ്പ് സൈഡിലേക്ക് നമുക്കൊരു ചാൻസും ഉണ്ട്. ഇൻട്രാഡേ എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് ഈ ഏരിയയുടെ ഏകദേശം 550 ഏരിയയിലാണ് നമുക്ക് ഇൻട്രാഡേയിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻട്രാഡേ വ്യൂ വെച്ചു. നമുക്കിനി ഇതിനെ ഒരു വീക്കിലി വ്യൂയിലേക്കും കൂടി ഒന്ന് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. എന്താണ് വീക്കിലി വ്യൂ? ഇൻട്രാഡേ നമ്മൾ നോക്കിയപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ വീക്കിലി വ്യൂവിൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ വശങ്ങൾ കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് വീക്കിലി വ്യൂ ഉള്ള ഒരു ചാർട്ട്. ഇതാണ് വീക്കിലി ഡാബറിൻ്റെ വീക്കിലി ചാർട്ട്. നമുക്ക് ഈ ചാർട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം എന്തൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ഈ ട്രെൻഡ് ലൈൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെയും വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ നമുക്കൊരു നോക്കിയാൽ കാണാൻ പറ്റും ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണിത്. ഇതാണ് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി വ്യൂ കാണാം, ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ ഈ നമ്മൾ നോക്കിയപ്പോൾ ഈ ഇൻട്രാഡേയിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. ഇതിൽ ഒരു സിമെട്രി. അപ്പോൾ ഈ റേഞ്ചിൽ നമ്മൾ നേരത്തെ നോക്കിയാൽ ഈ റേഞ്ചിൽ മിക്കവാറും സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ കുറച്ച് ദിവസങ്ങളിൽ അത് ട്രേഡ് ചെയ്തിട്ട് വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകാൻ മൊമെൻറ്റം ഉണ്ടാവാനാണ് സാധ്യത. ഒരു വ്യൂ പോയിന്റ് നമ്മളൊരു വ്യൂ കാണുന്നത് അങ്ങനെയാണ്. നമുക്കറിയാലോ ഇത് ഫണ്ടമെൻ്റലി നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇത് കറണ്ട് പൊസിഷൻ ഇത് ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 550 അല്ലെങ്കിൽ 545 പോയിന്റിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഈ റേഞ്ചിൽ നമുക്കൊരു SL വെക്കേണ്ടി വരും. അപ്പ് സൈഡിൽ എത്ര വേണമെങ്കിലും നമുക്ക് കയറി പോവാം ഇത്. അപ്പോൾ ഇതാണ് ഡാബർ ഇന്ത്യയുടെ നമ്മൾ ഫണ്ടമെൻ്റലിൽ നോക്കിയപ്പോഴും ടെക്നിക്കലി, അതായത് ഇൻട്രാഡേ ചാർട്ട് വെച്ച് ടെക്നിക്കലി നോക്കിയപ്പോഴും വീക്കിലി വെച്ച് നോക്കിയപ്പോഴും നമ്മൾ കണ്ട ഒരു വ്യൂ പോയിന്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മന്ത്ലി വ്യൂ, അതായത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ ഒരു ലോങ് ടേം വ്യൂയിലേക്കുള്ള ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ മന്ത്ലി ചാർട്ടാണ് എപ്പോഴും നമുക്ക് ലോങ് ടേം വ്യൂയിലേക്കുള്ള ചാർട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് മന്ത്ലി വ്യൂയിലുള്ള ഒരു ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ മന്ത്ലി വ്യൂവിൽ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ മന്ത്ലി വ്യൂ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തിട്ട് കയറി പോയിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസ് തന്നെ ഏകദേശം 480 ഇത് സപ്പോർട്ട് എടുത്തത്. ഈ 480 വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറി ഈ റേഞ്ചിൽ, ഈ നാരോ റേഞ്ചിൽ, ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തിന് മുകളിലായി ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തത്. അപ്പോൾ മിക്കവാറും ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്പ് സൈഡിലേക്കാണ് നമുക്ക് ചാൻസ് ഉള്ളത്. അപ്പോൾ മന്ത്ലി വ്യൂ നോക്കുമ്പോൾ നമുക്കൊരു ഈ റേഞ്ചിലാണ് ഏകദേശം 510 ആ റേഞ്ചിലാണ് നമുക്കൊരു സപ്പോർട്ടുള്ളത്. മന്ത്ലി വ്യൂവിൻ്റെ സപ്പോർട്ടോട് പറയുന്നത് കേട്ടോ. മന്ത്ലി വ്യൂവിലൊരു സപ്പോർട്ടോട് ഇത് ഈ റേഞ്ച്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇത് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്ത് ഇത് നമ്മൾക്ക് MK ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഇത് ജനുവരി 4-ാം തീയതി, അതായത് ജനുവരി 4-ാം തീയതി 2024 ജനുവരി 4-ാം തീയതി MK ഗ്ലോബൽ എന്ന് പറയുന്ന ബ്രോക്കറും ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടാർഗറ്റ് പ്രൈസ് പറയുന്നത് ഏകദേശം 650 അവരുടെ ടാർഗറ്റ് പറയുന്നത്. MK ഗ്ലോബലിൻ്റെ ടാർഗറ്റ് പ്രൈസ് 650 പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡാബർ ഇന്ത്യ എന്ന് പറയുന്ന ഷെയറിൻ്റെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ നോക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അവിടുത്തെ ഒരു വീഡിയോയിൽ വേറെ ഒരു ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയ മറ്റൊരു ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.